തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ പുതിയ അലൈൻമെന്റിനെതിരെ ബി.ജെ.പി. പ്രതിഷേധത്തിലേക്ക്. 2 ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ പൊളിച്ചിട്ടും മുസ്ലിം പള്ളിയുടെ കവാടം പൊളിക്കാതിരിക്കാൻ അലൈൻമെന്റ് മാറ്റുന്നതിലാണ് പ്രതിഷേധം. സർക്കാരിന്റെ നീക്കം മുസ്ലിം പ്രീണന നിലപാടെന്നാണ് വിമർശനം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കാരണം ഒരു വികസന പദ്ധതി നാട്ടിൽ വരുമ്പോൾ അമ്പലത്തിന്റെ മതിലും ഗോപുരവും ഒക്കെ പൊളിക്കണം, പള്ളി അങ്ങനെ തന്നെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉയരുമല്ലോ. ഇപ്പോൾ ബി.ജെ.പി. ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഗൗതം, വട്ടിയൂർക്കാവിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ റോഡ് നവീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട അലൈൻമെന്റുകൾ ആദ്യം എടുത്തിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് അലൈൻമെന്റ് എടുത്തിരുന്നു. തുടർന്ന് വീണ്ടും അടുത്തൊരു അലൈൻമെന്റ് എടുക്കുന്നതാണ് നമ്മൾ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടൊക്കെ മനസ്സിലാക്കുന്നത്. അതായത് ആദ്യത്തെ അലൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ വട്ടിയൂർക്കാവിലെ 2 ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ ഗോപുരവും മകുടവും അതോടൊപ്പം തന്നെ കവാടവും എല്ലാം പൊളിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം സാഹചര്യത്തിൽ ക്ഷേത്ര കവാടങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയെങ്കിൽ തുടർന്ന് അതിനോട് തന്നെ ചേർന്ന് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇസ്ലാമിക ദേവാലയം, പള്ളി, അതിൻ്റെ മതിലും കവാടവും പൊളിക്കാത്ത രീതിയിൽ അലൈൻമെന്റിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ UDF സർക്കാരിന്റെ നീക്കമെന്നാണ് BJP ആരോപിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു സമരവും വട്ടിയൂർക്കാവിൽ സംഘടിപ്പിക്കാൻ BJP തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമരമുണ്ടായിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള അലൈൻമെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ BJPയുടെ ആരോപണം എന്ന് പറയുന്നത്. അതായത് വട്ടിയൂർക്കാവിലെ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൻ്റെയും കാഞ്ഞിരമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും മകുടവും അതോടൊപ്പം തന്നെ ഗോപുരവും എല്ലാമാണ് ഇത്തരത്തിൽ പൊളിച്ചു മാറ്റിയത്. എന്നാൽ അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ തുടർന്ന് ഒരേ സ്ഥലത്ത് ഒരേ നിയമമാണെങ്കിൽ ആ ഒരേ നിയമം പാലിക്കാതെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുകയും മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റാതിരിക്കുവാൻ അവിടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന നടപടി, അതിൽ ദുരൂഹതയുണ്ട്. അതോടൊപ്പം തന്നെ അത് ജനാധിപത്യ വിരുദ്ധമാണ്. മാത്രമല്ല, ഇത് ഇത്തരത്തിൽ അതിൽ ഒരു വിഭാഗത്തെ തന്നെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. പ്രതിഷേധം ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. BJP പറയുന്നത് ഇതാണ്. കാരണം വികസനമാണെങ്കിൽ എല്ലാം വികസനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം എന്നാണ് BJP പറയുന്നത്. അതായത് ക്ഷേത്ര മതിൽ പൊളിക്കുമ്പോൾ ആ പൊളിക്കുന്നത് പൊളിച്ചു മാറ്റാൻ BJP അല്ലെങ്കിൽ വികസനത്തിന്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റുന്നു. അങ്ങനെയാകുമ്പോൾ ആ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുന്ന അതേ രീതിയിൽ തന്നെ വേണം മറ്റു വിഭാഗത്തിനെയും കാണാൻ, സമഭാവനയോടുകൂടി വേണം കാണാനെന്നാണ് BJP പറയുന്നത്. പ്രശാന്ത്, വ്യക്തമാണ്. എന്തായാലും വട്ടിയൂർക്കാവ് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഗോപുരങ്ങളും മതിലും പൊളിക്കുകയും മുസ്ലിം പള്ളിയുടെ മതിലും മറ്റും പൊളിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേർന്നത്.